Good morning, ma'am. Good morning. Why no energy Wednesday? You supposed to have more energy on Wednesday. Smile. ഞാൻ എപ്പോഴും വർത്താൻ പറയുമ്പോൾ എൻ്റെ അങ്ങനെ കണ്ണ് തുറിക്കുന്നുണ്ടെന്ന് ഗോൾഡ് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു ഇല്ലേ? നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണോ? കണ്ണ് ചിലപ്പോൾ കണ്ണ് തന്നെ എന്നിട്ട് ഞാനാണല്ലോ പേടിക്കുന്നത്. A lot to do today. Very busy day. Then ഈ രണ്ട് കുഞ്ഞു കുർപ്സ് സ്കൂളിൽ കൊണ്ടുവിടാണ്ട്. ഇന്ന് രാവിലെ വള്ളി പൊട്ടിയിട്ടാണ് ഗൈസ് തുടങ്ങുന്നത്. നമ്മൾ പുതിയത് മേടിച്ച ഉടുപ്പിൻ്റെ വള്ളി പൊട്ടി. ഈ വള്ളി പൊട്ടി കേസുകളൊക്കെയാണ് കണ്ട. വള്ളി പൊട്ടി പടക്കത്തിൻ്റെ തിരിവ് പോലെയുണ്ട്. $5 ഉള്ളൂ പക്ഷേ 4 അല്ലേ? ഒന്നിന് ഒരു ടീഷർട്ടിന് $5. ഓ 5, 5, 5, 10, 15, 20 ആർക്ക് വേണം എന്നാ ഇത് ഞാൻ ഇവിടെ ബ്ലോക്ക് വെച്ചിട്ടില്ല ഇങ്ങോട്ട് മറിയാണ്ടിരിക്കാൻ. ഇപ്പൊ ബ്ലോക്കിന്റെ മുകളിലെത്തി. ഇത് മൂന്ന് വീണ പക്ഷെ റേഞ്ച് മാറും കേട്ടാ. പൂഹു പൂ ഞാനും പൂ പറയും. നല്ല വാക്കാണ്. അടുത്ത് മാ പറഞ്ഞാൽ മതി. പിന്നെ താ ഇതിനെന്താ കള്ളു കുടിച്ചിട്ടുണ്ട് കുട്ടി രാവിലെ? എങ്ങനെ കിടന്ന പോലെ ഇങ്ങനെ ഉള് മറ്റേ ചെറിയ 10 ml ബോട്ടിൽ പിടിച്ചിട്ട് നിൽക്കണേ അടിക്കാൻ രാവിലെ. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഓ ബ്ലാംബ്ലിംഗ് പിങ്ങുവിൻ്റെ മുട്ട. ലെറ്റ്സ് ഡു ദിസ് സെഷൻ ആൻഡ് മൈ കോഫി. പിങ്ങ യു ബ്രേക്ക്ഫാസ്റ്റ്. ഈ കൈ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും ബാക്കിലേക്ക് തിരിയണതിനാ ഇങ്ങോട്ട് വെച്ചിരുന്ന പറ്റില്ലേ? അതിനിപ്പം മൂക്ക് തിരിച്ചാണ്ട് അവൾക്ക് അത് നീ കഴിക്കില്ല. ഇനി അതിന് ഡിസ്ട്രാക്ഷൻ വന്നാല് നിങ്ങൾ കുട്ടികളെ സ്വാപ്പ് ചെയ്തിട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഇറഗേളായി. ആരാണോ ഓരോ ദിവസവും കൃത്യമായിട്ട് ഭക്ഷണവും ഡീസൻ്റ് ആയിട്ട് നടക്കുന്നത് ഉറങ്ങുന്നത് അത് എൻ്റെ കുഞ്ഞായി മാറും. പോവാം. എങ്ങനെ പോകുന്നു മോനെ? ഓൾറെഡി കുറേ പണിയുണ്ട് ഇല്ലേ? ഞാൻ മോർ ബിസി ആയിട്ടിരിക്കുന്ന ദിവസം മോർ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വേണമെങ്കിൽ റോക്കറ്റിൽ പോയിട്ട് വരണം. ഞാൻ ചന്ദ്രനിൽ പോയിട്ട് വരാം വേണമെങ്കിൽ ഈ നേരം കൊണ്ട്. അവൾക്ക് കൂടെ വരാനാ ആ ഗ്യാപ്പിൽ. ഇനിയിപ്പോൾ തന്തപ്പിടിയേക്കാൻ ഈ പണ്ടരക്കാലം പറഞ്ഞ നാളെ ചെയ്തും കളെ. ചന്ദ്രൻ എവിടെയാ അറിയോ? ചന്ദ്രൻ ഞാനത് റിൻസ് ചെയ്ത് വെച്ചതാ. ജസ്റ്റ് റിൻസ് ചെയ്തിട്ടുള്ളൂ, കഴുകിയിട്ടില്ല. അപ്പോഴേക്ക് അവളുടെ ഇളകിയിട്ടാ. ഞാൻ മോളിന്ന് ഗൈസ് നോക്ക്, ഞാൻ മോളിൽ നിന്ന് പാലും കുപ്പി ഇതും കൂടെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊന്ന് റിൻസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര മണ്ണാണ് ഈ പാല്. അപ്പോൾ വന്നിട്ട് ഇളക്കി രാവിലെ. ഇതിനാണ് പറയണ കൊണയടിന്ന്. ഈ വിറ്റങ്ങളുടെ വായ 10 മിനിറ്റ് മിണ്ടാണ്ടിരിക്കില്ല. ഇത് പറഞ്ഞ സ്ത്രീപക്ഷപാതം, സ്ത്രീനെ ഒറ്റപ്പെടുത്തി അവർക്ക് സ്പേസ് ഇട്ടില്ല. അത് പെറ്റ് കാണും ചിലപ്പോൾ കുപ്പി. മുട്ടത്തൊണ്ട് ഞാൻ എവിടെ ഇട്ട്, കുപ്പി ഞാൻ എവിടെ ഇട്ട്? പെണ്ണുങ്ങളൊപ്പം സെറ്റായി. ക്യാമറ ഓഫ് ചെയ്യാൻ പോണു, ഇത് പിടിക്കാൻ പോണു, 4 എണ്ണം ഇവിടെ. ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കണം ഗൈസ്. അവസ്ഥ വേണ്ടെന്ന് ഞാനാ പറയണ്ട്. കുപ്പി കൊണ്ടുവന്ന് റിൻസ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. മുട്ടത്തൊണ്ട് അപ്പുറത്തെ കളയണ സാധനത്തിലേക്ക് ഇട്ടു. എന്നിട്ട് 2 സെപ്പറേറ്റ്. നീ വന്ന ഇളക്കുന്നേക്ക് അറിയാം. നിന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ മുട്ടത്തൊണ്ടിൽ കുപ്പിട്ട് തന്നെ, അത് വേറെ കാര്യം. എന്നിട്ട് ഞാൻ നോക്കിയ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ച് മുട്ടത്തൊണ്ട് വേറെ ആക്കി വെച്ചു. അല്ല, ഈ ഇവിടുത്തെ ഈ സിങ്കിലേക്ക്. ചിലപ്പോൾ ഇടയ്ക്ക് ഒരു നോണം ഞാൻ പറയും. അത് കുഴപ്പമില്ല, തൃശ്ശൂർക്കാർക്ക് അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയും. 916 ഗോൾഡിന്റെ പോലെ നമ്മൾ തൃശ്ശൂര് ഇത് കഴിച്ചു. ചേട്ടത്തരം കാണിക്കില്ല എന്നാ? ചേട്ടൻ കാണിക്കണം. Yeah, that's true. It's April Fool. അമ്മ പ്രഗ്നന്റാ. Baby number 5. And she said 5. 4. Nah. 1, 2, 3, 4. 4 babies in this house. 2, 3, 4. And what? 5. That's not you. Tata guys. See you. Wait, no. The first time I heard that Amma was actually pregnant, I cried. And this time I'm not crying. Oh, this time I'm not crying. ഈ ഇൻസ്റ്റാഗ്രാം മറ്റേ ഇതൊക്കെ കണ്ടിട്ടേ ഇപ്പൊ കുട്ടികൾ സംസാരിക്കുന്നത് വർത്താനം എങ്ങനെയാ? Dad, I'm just. But that's the way how we are doing it. Talk like this if he's with the phone and it's not on video, voice call.
Yeah, that's what I'm saying. That's the way how we are evolving. So now നിന്റെ ബേബീസ് വരുമ്പോൾ നിന്റെ ബേബീസ് എങ്ങനെയാ വർത്തമാനം പറയാന്നറിയോ? ഇപ്പം നീ ഇങ്ങനെയല്ലേ ഹായ് ഡാഡിനല്ലേ നിന്റെ ബേബീസ് അപ്പം നീ വിചാരിക്കുന്നത് എന്താണെന്നുള്ളത്. I can see that coming. Come on, you fellas. Hello. Oh, another beautiful day, guys. Watch this. Look at that, eh? Very nice, beautiful morning. That's us for the day. എന്തുട്ടത് എൻ്റെ പ്രിങ്ങ നാച്ചുറലായിട്ട് കുട്ടികളുടെ വായിൽ മണമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുട്ടയും ഇറച്ചിയൊക്കെ തിന്നണം. ഒരു സ്മെല്ലിലേക്ക് മുട്ട ആൻഡ് ഇറച്ചി, ദാറ്റ്സ് നോർമൽ. ആ സാധനം എന്തിട്ട് പണ്ടരാണ് വായിലിട്ട് കുൽക്കുഴിണെന്ന് ആരോടെ ചോദിക്കുന്നു. ഇനി നോക്കട്ടെ, മണക്കട്ടെ, ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ആ സാധനം റിയലാണ്. മണക്ക് മുട്ട എന്നല്ല, ആ ലിസ്റ്ററിൻ്റെ മണാണ്. എൻ്റെ നോക്കി എൻ്റെ വായിൽ മണുണ്ടോ നോക്ക്. ഇങ്ങോട്ട് വാ, നീ നോക്കറേ. കാപ്പി കണ്ട ഒരു മണവും ഇല്ല ഗൈസ്. ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാണ് ഗൈസ്. വി വർക്കിംഗ് ഫ്രം ഹോം ടുഡേ ആൻഡ് ദിസ് ലിറ്റിൽ മാഡം സിറ്റിംഗ് ഹിയർ. ഇല്ല, ഞാനിപ്പോൾ നിനക്ക് ആ പദവിയും കൂടെ തന്നു. നീ നേരത്തെ പറഞ്ഞ കൊണയൊന്നും അടിച്ചേ കേൾക്കട്ടെ. അതായിരുന്നു ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നു ഇനി ബാക്കി. അപ്പൊ ഞാൻ പറയാം, വീഡിയോ എടുക്കാൻ നേരത്തെ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റി നല്ല വൃത്തിക്ക് വെച്ചൂടെ. വീഡിയോ എടുക്കണ നേരത്തെ ഇത് വൃത്തി. ഞാൻ ഇന്നലെ ആ മുറി വൃത്തിയാക്കിയിട്ടത് കുട്ടി കണ്ട. ഹലോ, ആ മുറിയിലെ സാധനം എല്ലാം ഒഴിവാക്കി വേറെ മുറി കൊണ്ടുവച്ചു. ആ മുറിയിലെ 2 പെട്ടി, അതിന്റെ ഉള്ളിൽ ഇരുന്ന സാധനം മുഴുവൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് കൊണ്ടുവച്ചാ. സത്യം പറയട്ടെ, 2 കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ. തന്നോണ്ട് പറ്റുമോ ഒറ്റയ്ക്ക് 2 കട്ടിൽ മാറ്റാൻ? 10 ആളുണ്ടെങ്കിൽ പറ്റുമോ? മാറ്റാനുണ്ടായിരുന്ന പെട്ടിയല്ലായിരുന്നു. എന്നെ പൊക്കണം, എനിക്കാണ് ഇനി ഇവര് പെട്ടി പൊക്കാൻ പണി. ഇതിന്റെ മുകളിൽ അതിന് മാത്രം കച്ചട ഒന്നും ഇല്ല ഗൈസ്. എന്തൊരു കച്ചട. എന്റെ വാച്ച് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അത് മാറ്റി വെച്ചു. എന്റെ കണ്ണാടി ഇവിടെ ഇരിക്കുന്നത്, അത് എനിക്ക് ആവശ്യമുള്ള അത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചു. ഇത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മുകളിൽ ക്ലീൻ ചെയ്യണ സാധനമാണ്. ഇന്നലെയും കൂടെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തു. വല്ല പൊടി ഉണ്ടോ അവിടെ? അത് നിന്റെ ഡെസ്ക്, അത് നിന്റെ ഏരിയ. പിന്നെ എവിടെ കുത്തിയിട്ടില്ല നിന്റെ? ഇത് എവിടെയും കുത്തിയിട്ടില്ലേ? നിന്റെ കമ്പ്യൂട്ടറിലെ ഇത്? നിന്റെ കമ്പ്യൂട്ടറിലേക്കല്ലേ കുത്തിയിട്ടുള്ളത്? അതിന്ന് കുത്തേണ്ട കാര്യമില്ല. നിന്റെ ഏരിയ കുട്ടി ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇത് അവളുടെ ഏരിയയാണ്. ഇതേ അവളുടെ കമ്പ്യൂട്ടർ, അവളുടെ സാധനം, അവളുടെ മേശയുടെ ക്ലീൻ ചെയ്ത് കൊടുത്ത് ഇന്നലെ ഞാനാണ്. മേഡം ഒരു ദിവസം ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ അവിടെ എൻ്റെ ഫുൾ ടൈം ഡെസ്ക്, എൻ്റെ ഡെസ്കിൻ്റെ അവിടെ അതിന് മാത്രം കച്ചടം ഒന്ന് നോക്കി ഗൈസ്. ഇന്ന് രാവിലെ അവിടെ നിന്ന് വേറെ എന്തോ ഒരു കൊണയടിച്ചല്ല താഴെ നിന്ന് വരുമ്പോൾ. ഇവളുടെ ജോലി സ്ഥലത്ത് എല്ലാവരും മറ്റേ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയണ ഏതെങ്കിലും ദിവസങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്റ്റാഫും പറയത്രേ എന്താ വേണ്ടേന്ന്. പക്ഷേ ഇവരുടെ അവിടെ 2 ആൾക്കാരുണ്ട്. ഒന്ന് ഇവളും ഒന്ന് ഇവളുടെ കൂട്ടുകാരി. 2 പേരും മലയാളീസാണ് കേട്ടാ. അവർ പറയുന്നത് ഞങ്ങൾ ചോദിച്ചിട്ട് വീട്ടിൽ ചോദിച്ചിട്ട് പറയാമെന്ന്. എങ്ങനെ ഇരിക്കും? എന്നിട്ട് കോടതി നിയമം ഈ ഇന്നത്തെ നമ്മുടെ ബഫലോ വിങ്സിൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടാ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. Just started cooking. Beautiful smoking happening. നല്ല രസമില്ലേ? ടൊമാറ്റോസ്, ക്യാപ്സിക്കം, നല്ല ഭംഗിയില്ലേ? ഗാർലിക്, എന്ത് കളേഴ്സ് നോക്കിയേ, ബ്യൂട്ടിഫുൾ കളേഴ്സ്. എന്തുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറ ആപ്പ് യൂസ് ചെയ്യണമെന്ന് കുറേ പേര് ചോദിച്ചു. ഇതിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ക്യാമറ ലുക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യണത് കേട്ടോ. കണ്ട ഫൂട്ടേജിൻ്റെ ക്വാളിറ്റി കണ്ട. പക്ഷേ സംടൈംസ് അഗെയിൻ വിത്ത് ആപ്പിൾ ഫോൺ അല്ലെങ്കിൽ അവരുടെ ആപ്പുമായിട്ട് ഇത് കുണപ്പിക്കലാവും. അതാണ് കുഴപ്പം. ഈവൻ വെൻ യു go closer still you get a nice kanda then look at this കുറച്ചുകൂടി നാച്ചുറൽ കളേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഗോൾഡയുടെ വണ്ടി ടെസ്റ്റിന് കൊടുക്കാൻ പോവുകയാണ്. ഈ വണ്ടിക്ക് ടെസ്റ്റ് കിട്ടുമോ കിട്ടില്ല എന്ന് കണ്ടറിയണം. ഒരു വിധമായിട്ടുണ്ട് ഈ സാധനം. പക്ഷേ ഞാനിപ്പോൾ അടുത്ത ആഴ്ച ഹണ്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി വേറെ ഇല്ല. എനിക്ക് ആ വണ്ടി കൊണ്ടുപോകാൻ വേണം. ഭയങ്കര മൂടി സ്കൈയിലെ പ്രേതപ്പടമൊക്കെ കാണുന്ന പോലെയല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊടുത്തു. ഓള് നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇത്രയും നേരം ഇവള് വരണത് നോക്കിയിട്ട് ഇവിടെ വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ വരണ എടുക്കുന്നത്. ഈ വണ്ടി അടുത്തേക്ക് എത്തല്ല, ഈ ക്യാമറ ഓഫായി പോയി. എന്താ കാരണം എന്നറിയോ? ഇത് അല്ല, ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചതാ പണ്ടാരം. ആ മൊമെന്റ് മിസ്സായി. സ്റ്റുപ്പിഡ് ഫോളോ. എത്ര സമയം അവിടെ നിന്ന് വരാൻ? ഇതിന്റെ സീറ്റൊക്കെ നീട്ടി ഇതുമാതിരി ഇങ്ങനെ ഇരിക്കുക വണ്ടിയിൽ.
സമയം വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ. അങ്ങനെയൊന്നല്ല ഞാൻ കുഞ്ഞിക്കണ്ണി ഇത് പിടിക്കുക ബാക്കോട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കുള്ള സ്മോക്ക്ഡ് ചിക്കൻസ് റെഡി ആയിട്ടാ. ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ് യു ആയിട്ടുണ്ട്. ഇന്ന് തെറി വിളിക്കാനില്ല. അത്രയും നല്ല വീഡിയോ കാണുമ്പോൾ നീ ഇത്ര അകലെയൊന്നും എടുക്കരുത് എൻ്റെ ഉണ്ണിയെ. നീ ചുമ്മാ പറഞ്ഞ നീ ആപ്ലിക്കേഷൻ ക്യാമറ തിരിച്ചു വയ്ക്കാൻ ഞാൻ നിന്നെ ചുമ്മാ വയ്ക്കട്ടെ. വേണ്ട. ലുക്ക് അത് ചിക്കൻ സ്മൈ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒരു പീസ് എടുത്ത് കടിച്ചു നോക്കി, നല്ല എരിവൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാം. അയ്യോ ത്രേസ്യടുത്തിയുടെ കാല്. തെരേസ എന്നിട്ടാ മില്ലിസിമോ എന്നവരുടെ പേര്. അതാണ് ത്രേസ്യടുത്തി. തൃശ്ശൂർ ത്രേസ്യടുത്തി എന്ന് പറയും. ത്രേസ്യടുത്തി ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. ഇതൊക്കെ ഞാൻ കുറച്ച് ഇനി ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വിങ്സ് ത്രേസ്യടുത്തിയിട്ടൊക്കെ എടുക്കണു. പിന്നെ അതേ ഈ സോസ് ഇട്ടാ നിങ്ങൾ മസ്റ്റ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇത് ചെക്ക് ചെയ്യണം. ദിസ് ബ്ലഡി സോസ് ഇസ് സോ ഗുഡ്. As soon as you put it in your mouth, this is like a boom bang, അടിമുട്ടി bang, കുട്ടിമുട്ടി bang. ത്രേസ്യടുത്തിയുടെ വിങ്സ് മുഴുവൻ ഗോൾഡ് എടുത്തി തിന്ന് തീർത്തു ഗൈസ്. നല്ല അരവ്. വെരി നൈസ്. ഹൗ ഇസ് എ ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. Again I'm repeating the sauce is bloody good sauce. Came out so good. And our smoked chicken is here. And look at this chicken is here. And this chicken is here. And beautiful gold also here. ഇത് കഴിയുമ്പോൾ ലിപ്സ്റ്റിക് ഇടേണ്ട കാര്യമില്ല. എരിവ് കാരണം ഇച്ചിരി ചുമക്കും. പക്ഷെ നീ ശരിക്കും ചുമന്നു. ഒന്ന് ബ്ലഷ് ചെയ്യുന്നുണ്ട് നീ. വാച്ച് മൈ ഫ്രൈഡേസ് വീഡിയോ. സോ ദിസ് ഈസ് ആക്ച്വലി ഈസ്റ്റർ സ്പെഷ്യൽ, ഗുഡ് ഫ്രൈഡേ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. ഓക്കെ, ഈസ്റ്റർ ടച്ചിങ്സ്. എന്ത് ചുമപ്പ് മഴത്തുള്ളിക്കൽ മറ്റേ ഒരു കുതിര വന്നെടുക്കുന്ന സീനില്ലേ, അതുപോലെ ഞാൻ വൃത്തിയുടെ അത് തന്നെ ഇതായിട്ട് തമ്മനയിലായിട്ട് ഇടുകയും ചെയ്യും സാധനം. കുറച്ച് ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കൂ. ഇത്ര ഓവറുണ്ട. ഞാൻ ഇപ്പോൾ തമ്മനയിൽ ഒരു ഫോട്ടോ ഒക്കെ കണ്ട് ഓൾറെഡി മുഖത്ത് നിറച്ചുണ്ട്. നീ കടിച്ചു പിടിക്കേ അങ്ങനെ. ഞാൻ ഇങ്ങനെ അതന്നെ give it to her. Era, you doing good. Give it to her. ഇവിടെ രണ്ടുപേരും തീറടി. രണ്ടുപേരും ഭയങ്കര അടി പരസ്പരം. എന്തിനാന്ന് അവരോടൊന്നും ചോദിക്കണം. ഒന്ന് വാ, ഒന്ന് വാ, ഒന്ന് വാ. നല്ല രസം. സ്പാണികത്തിലെ SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആട് തോമ, ആട് തോമ, ആട് തോമ. വൃത്തികളൊന്നുമില്ല. അതിനെന്താ മറ്റേ മോലാലിന്റെ പേരെന്തായിരുന്നു അതിന്? തോമാച്ചായന്റെ മുണ്ട് പറഞ്ഞിട്ടുള്ള അടി. മറ്റേ ഒരു സീൻ എടുക്കണ്ടേ? മറ്റേ മുണ്ട് എടുത്ത് പിടിക്ക്. നീ എന്നെ ബോക്സിങ്ങിന് പോണം. ഓക്കെ, ബേബീസിൻ്റെ ഡിന്നർ ടൈം. ഇന്ന് നമുക്ക് അവക്കാഡോ, ചിക്കൻ, അതുപോലെ തന്നെ തൈര്, ഒരു സ്പൂൺ റൈസ് മിക്സിയിലിട്ട് അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ദ ഡിന്നർ. ബ്യൂട്ടിഫുൾ. ഇവൾക്ക് മതിയില്ലേ? ഓക്കെ, ഏസ്മേ നിൻ്റെ ഒരു 2-3 ഉരുളമണിയും കഴിച്ചാൽ നീയും കഴിഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് ഫീഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഫിനിഷ്ഡ് ഇറ്റ് ഓൾ. Good girls. I just clean this place. That was a good session guys. അടിപൊളി എക്സസൈസ്, അടിപൊളി മാമൂണിൽ രണ്ടും ഒരേ സമയത്ത് കഴിഞ്ഞു. ആട് തോമയുടെ കംപ്ലൈൻറ്റ് തീർക്കാന്ന് വിചാരിച്ചാൽ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആട് തോമ അതാണ് അത് വെച്ചിരുന്നത്. നമ്മുടെ ഡിന്നർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ ബാക്കി ഉണ്ടായിരുന്നില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഒരു പാൻ ഫ്രൈഡ് ഫിഷും ഉണ്ടാക്കാം. ഉച്ചക്കാലത്തെ നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ ബാക്കിയുള്ളത് വറുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സെറ്റാക്കാം നമുക്ക്. ലാഫല്ലേ. ഇനി ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് ചോറും കൂടെ സെറ്റാക്കാം കേട്ടോ. ഇന്ന് വേപ്പിലെ ചോറിന് വരെ സ്പ്രിംഗ് അണിയൻ ചോറാണ്. മറ്റേ ചോറാ, അത് തലച്ചോറാ. ഒരു ദിവസം നീക്കെന്തെങ്കിലും ഉണ്ടാക്കി തരുമോ?
ആൻഡ് മൈ അതർ സീക്രട്ട് എനി ടൈം ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഭാഗത്ത് ഒരു ക്രസ്റ്റ് ഫോം ആവും ലൈക്ക് എ ഫ്രൈഡ് റൈസ് ആൻഡ് ദാറ്റ് ഗീവ്സ് മോർ ഫ്ലേവർ. വെരി ടേസ്റ്റി. കണ്ട ഇങ്ങനെ പൊരി പൊരി പോലെ. ഓക്കെ, ആൻഡ് അവർ റൈസ് ഓൾസോ റെഡി, ഡൺ ഫോർ ദ ഡേ. ദേ നമ്മുടെ വിഭവസമൃദ്ധമായ ഡിന്നർ റെഡിയായി. റൈസ് ഹിയർ. പിന്നെ നമ്മുടെ ട്രവേളി വറുത്തത്, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ സ്റ്റോക്ക്, കുട്ടിച്ചാത്തനെ തല്ലിക്കൊന്ന് കൊട്ടയിലിട്ടിട്ടുള്ള ആട് തോമ. വാ ക്യാന്നാ കുട്ടി ജനിച്ചപ്പോ ക്യാന്ന് പറഞ്ഞിട്ടാ തുടങ്ങി. ദിസ് ഹൗസ് മേ ഹിന്ദി നഹി നഹി. ആ എല്ലാരും ഹിന്ദി ഡേ കെയറിൽ പോണവര് വെറുതെ അല്ല ക്യാന്ന് ചോദിക്കുന്നത്. POV Ava. ദേ ഇവിടുന്ന് ഒരാളുടെ കണ്ണ് തള്ളിയിട്ട് നിൽക്കണേട്ടാ. ഇപ്പൊ കഴിച്ചല്ലോ. ആ വാട്ട് ഇസ് നല്ല ഫ്ലേവർ ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയില്ല. കൈ കൊണ്ട് എടുക്കട്ടെ. കാലുകൊണ്ട് എടുക്ക്. ആ നടുക്കലെ പീസ് കട്ട് ചെയ്ത് ഞാനൊരു സൈഡിൽ നിന്ന് എടുക്കാ. അത് നടുക്കി എടുക്കുന്നതല്ലേ കാണാൻ പറ്റുള്ളൂ. വണ്ടർഫുൾ. എന്താ കാണിക്കണെന്ന് പറഞ്ഞാണ്ടല്ലോ. ഫുഡ് you know what I do? You been watching me. You break a half piece, then you have a look like this. ഞാൻ എൻജോയ് ചെയ്യണത് ഇങ്ങനെയാണ്. പക്ഷെ നീ നാട്ടുകാരനെയും കൂടി എൻജോയ് ചെയ്യിപ്പിക്കണം. അതിനെയാണ് വ്ളോഗിംഗ് എന്ന് പറയണേ. അവസാരില്ല. Can you see that? എനിക്ക് ഞാൻ ഷോ ഓഫ് ഇല്ല. ഷോ ഓഫ് അല്ല. ഐ എം ജസ്റ്റ് റിയൽ. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒരു വീഡിയോയില് ഇപ്പൊ ഇവിടെ 7 വർഷമായി ഇത് കാണാൻ തുടങ്ങിയിട്ട് മീനോ ഇറച്ചി അതൊക്കെ സെന്റർ കട്ട് ചെയ്തിട്ട് കാണുമ്പോഴാണ് അതിനൊരു ഭംഗി. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ നോട്ട്. അപ്പൊ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നൗ. ബൈ ബൈ. എനിക്ക് എവിടെയാണ് ഗ്രാപ്പ് തരുമോ? ഗ്യാപ്പ് തരുമോ? നമ്മൾ നിരന്ന് നിൽക്കുവാണ് ഇവിടെ. ഈ കൊച്ചിനാണ്. പ്ലീസ്. But Amma always stays in the middle. നീ നിന്റെ ഫുഡ് എടുക്കുക. നീ റൈസ് ഒരു പാത്രത്തിൽ എടുത്തോ. ഇനി വീഡിയോ എടുക്കുന്നില്ല. കഴിഞ്ഞു. നീ നിനക്ക് ചിക്കൻ വേണ്ടേ? എന്തേ? ഡാഡ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവൾക്ക് വേണ്ട. ആ എന്നാ എനിക്ക് വേണം. എന്നാ പിടിച്ചോ.